വിജ്ഞാപനം അല്ലെങ്കിൽ ഓർഡർ പുറപ്പെടുവിച്ചിട്ടും വീണ്ടും വീണ്ടും എന്തിനാ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ഇപ്പോൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബഹുമാന്യനായ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ചർച്ചകൾ നമുക്ക് തുടരാം, അല്ലെ അതിന് പ്രത്യേക വ്യക്തികളെ ഏൽപ്പിക്കുന്നുവെന്ന ഇവിടം കൊണ്ട് നിന്നില്ല. ഞാൻ കേരള മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഗൂഗിൾ മീറ്റിൽ ഇടപെട്ടയാളാണ്. കത്തോലിക്ക സഭയുടെ സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ ചർച്ച്, മാർത്തോമ ചർച്ച്, CSI ചർച്ച്, കൽദായ ചർച്ച്, തോഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഖനാനായ സമുദായം, എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് യാക്കോബായ സഭയ്ക്ക് നീതി ലഭിക്കണം, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണം. ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അന്തിമമായ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഇവിടെ ഭൂരിപക്ഷ തീരുമാനത്തിന് വിലയുണ്ടാകണം. അവരെല്ലാവരുമായിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എങ്ങനെ ആയിത്തീരുന്നത്? അവർക്ക് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ള കൊണ്ടല്ലേ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിത്തീരുന്നത്. ഈ സഭയിലപ്പോൾ ഈ ജനാധിപത്യത്തിന് യാതൊരു വിലയുമില്ലേ എന്നുള്ള ചർച്ചയാണ് ഉണ്ടായത്. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. ഇത് ഇപ്പോഴത്തെ നമ്മുടെ അഭിമന്യ പിതാക്കന്മാരും മെത്രാപ്പൊലീത്തന്മാരും വൈദികരും ദൈവജനവും ഈ അടുത്ത കാലത്ത് ഒരു കാര്യം പറഞ്ഞത് വളരെ രസകരമായിട്ടുണ്ട് എനിക്ക് തോന്നി. നമുക്ക് പലപ്പോഴും വന്യമൃഗങ്ങളെ പോലും മെരിക്കണമെങ്കിൽ മയക്ക് വെടി വെക്കാറുണ്ട്, അത് ഭംഗി വീണു. യാക്കോബായക്കാര സഭയുടെ അംഗങ്ങളെ, മെത്രാച്ചന്മാര്, വൈദികര്, ദൈവജനത്തെ ഇനിയും ഏതെങ്കിലും വിധത്തില് പോലീസ് സേനയോ ഉപയോഗിച്ചാണെങ്കിൽ പോലും മയക്ക് വെടിവെച്ചാലും മയങ്ങാത്ത വിധം അത്രമാത്രം വീരശൂര പരാക്രമികളായി തീർന്നു കഴിഞ്ഞു, അല്ലെ അങ്ങനെ ആക്കി തീർത്തിരിക്കുക. അത്രയ്ക്ക് വിജിലന്റ് ആണ്, അത്രമാത്രം എല്ലാ കാര്യത്തെക്കുറിച്ചും പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുന്നവരാണ്. ഈ അനുഗ്രഹത്തിനായിട്ട് ഇത് തീരട്ടെ. ഈ നമുക്ക് ഈ അഭിമന്യ പിതാക്കന്മാര്, മറ്റ് കടന്നു വന്നവര്, വൈദിക ശ്രേഷ്ഠർ എല്ലാവരും ഈ ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നപ്പോഴേ ഞാൻ കോട്ടയത്ത് നിന്ന് വരികയാണ്. ഇവിടെ കൊച്ചിയിൽ നിന്നും ഏതെല്ലാം ഡിസ്ട്രിക്റ്റുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ടതാ. ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ പുറപ്പെടണമെങ്കിൽ, ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ, അല്ലെ ഒരു സഹന സമരത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ ഒരു വർഷാരംഭത്തിൽ, പുതുവർഷാരംഭത്തിൽ ഇങ്ങനെ വരുന്നത്? ഈ മീഡിയ പേഴ്സൺസ് ഉൾപ്പെടെ നിങ്ങളും നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണെങ്കിലും നിങ്ങളിത് സഹകരിക്കുന്നു. നിങ്ങളോട് അതോടൊപ്പം ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള യാക്കോബായ സുറിയാനി സഭയിലെ വികാരി അച്ഛനെ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, പള്ളി കമ്മിറ്റിക്കാരെ എല്ലാവരും അനുഗ്രഹീതമായ സെന്റ് പീറ്റേഴ്സ് ചർച്ച്, ജേക്കബിൾസ് ചർച്ച് വലിയ നേതൃത്വം കൊടുക്കുന്നു. ഇവിടുത്തെ ഖനാനായ സമുദായ അംഗങ്ങള്, പാറ്റൂർ പള്ളി, അവരുടേതായ നിലയിൽ ഈ സഭ മുഴുവനും എല്ലാം അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമാധാനത്തിന്റെ പൊൻപുലരി സഭയിലുണ്ടാകുവാൻ തക്കവണ്ണം എല്ലാവർക്കും നല്ല മനസ്സ് നൽകട്ടെ എന്ന്, മറുകക്ഷിക്കും ആ നല്ല മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ കൂടിവരവിന്, എല്ലാ സഹന സമരത്തിന്, അല്ലെങ്കിൽ ഈ അവകാശ സംരക്ഷണ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ദൈവനാമത്തിൽ നേരുന്നു. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഈ യോഗത്തിന് ആശംസ